ഈ പുതിയ വീട് റെനോവേറ്റ് ചെയ്തതാണെന്ന് ഞാൻ പറഞ്ഞാല് ആരെങ്കിലും വിശ്വസിക്കോ? അഭിമുഖ വിശ്വസിക്കില്ല അല്ലേ? ഞാൻ വന്ന് കണ്ടപ്പോഴേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ വീട് മുമ്പ് കണ്ടിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ വന്ന് കണ്ടപ്പോ എനിക്കിഷ്ടമായ സംഗതി നിങ്ങൾ ഭയങ്കര ജഗപ്പൊക്കെ അങ്ങനെ ആക്കാതെ സിമ്പിളായിട്ട് നല്ല ഭംഗിയിൽ പണിതിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന്റെ കഴിവാണ്. ഇദ്ദേഹത്തിന് ഞാൻ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളുടെ ചാനലില് എല്ലാ 3 മാസം കൂടുമ്പോഴും വരുന്ന പ്രത്യക്ഷപ്പെടുന്ന കുറച്ച് ഡിലേ വന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞാൻ ഏറ്റവും പുതിയ അറിഞ്ഞ സംഗതി നിന്ന് തിരിയാൻ സമയമില്ല എന്നൊക്കെ കേട്ടു. തിരക്കണം. ഡിലേ മീൻസ് ഞാൻ ഉദ്ദേശിച്ചാല് മൊത്തത്തില് മെറ്റീരിയൽ കിട്ടാനൊക്കെ ബുദ്ധിമുട്ട്. അങ്ങനെയുള്ള ഡിലേ ഇഷ്ടം പോലെ വന്നല്ലോ. അതുകൊണ്ട് ചെറുപ്പമായോ? ആണോ? ചിലപ്പോൾ മുണ്ടെടുത്തിട്ടായിരിക്കാം. അപ്പൊ എന്താണ് മുണ്ടിലും ഷർട്ടിലും ആദ്യമായിട്ടാണ് മുണ്ടിലും ഷർട്ടിലും കാണുന്നത്? ഞാൻ ആക്ച്വലി ഈ ഫീൽഡിലേക്ക് വന്നേക്ക് മുന്നേ എന്റെ മുണ്ട് ഷർട്ടായിരുന്നു. പിന്നെ നമ്മളെ ഒരു മെയിൻ അറിയപ്പെടുന്ന ഒരു കോൺട്രാക്ടർ ആയി കഴിഞ്ഞ് കഴിഞ്ഞപ്പോ പിന്നെ നമുക്ക് അതിൻ്റെതായ ഒരു സ്റ്റൈല് മാറ്റണമല്ലോ. പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ഇവിടുത്തെ ക്ലയന്റ് നമുക്ക് ഒരു ഗിഫ്റ്റ് തന്നിട്ടുണ്ടായിരുന്നു. ഇത് സക്കീർ കൊടുത്തതാണ്. സക്കീർ എന്നിട്ട് പാന്റ് ഷർട്ട് ഇട്ടു. നമുക്ക് അകത്ത് പോയിട്ട് വീട് കാണാം. ശരിക്കും അപ്പൊ ഇത് സക്കീറിന്റെ മനസ്സിൽ ഇങ്ങനെ സിമ്പിൾ ആയിട്ട് തന്നെ ചെയ്യണമെന്നുണ്ടായിരുന്നോ അതോ അബീബിക്ക സജസ്റ്റ് ചെയ്തോ? രണ്ടു കൂട്ടരും കൂടിയിട്ടുള്ള നമ്മളോട് ആദ്യം പറഞ്ഞതെന്ന് വെച്ചാല് ഒരു കേരള ട്രഡീഷണൽ മോഡലാണ് അവരെ ഒരു മനസ്സിലൊരു കൺസെപ്റ്റ് വരണത്. അപ്പൊ ആ ഒരു ലുക്ക് കൊണ്ടുവരണമെന്ന് പറഞ്ഞത്. അതോടൊപ്പം മോഡേണും ആയിരിക്കും. അതോടൊപ്പം തന്നെ മോഡേണും ആയിരിക്കും. അപ്പൊ ഞാൻ 3D ചെയ്യുന്ന ആളോട് എന്റേതായ രീതിയിൽ ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചപ്പോ ഫസ്റ്റത്തെ ഫോട്ടോ തന്നെ അവർക്ക് വിട്ടുകൊടുത്തപ്പോ അവര് ഭയങ്കര ഹാപ്പി ആയി. ഉള്ളിലോട്ട് പോയി നോക്കാം. തിളങ്ങുന്ന വീട് അങ്ങനെ കൊടുക്ക ക്യാപ്ഷൻ. ഇതായിരുന്നിത്? ഇതെന്റെ കൂട്ടുകാരന്റെ സതീർത്ഥിയാണ് അല്ലെ, ഇബ്രാഹിമിന്റെ സതീർത്ഥിയാണ് സമീന. ഇഷ്ടായോ വീട് പണി കഴിഞ്ഞു വന്നപ്പോ? നിങ്ങളെല്ലാരും കണ്ടപ്പോ ഞാൻ ചോദിക്കുമെന്ന് വിചാരിക്കാത്തൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കാരണം താക്കോല് തന്നപ്പോ ഞാൻ സെബീനയുടെ മുഖം കണ്ടു. ഭയങ്കര സന്തോഷം, ദെൻ കുറച്ച് അഭിമാനം, അതിനേക്കാളുപരി ഭയങ്കര ഒരു സമാധാനം. നമ്മൾ മലയാളികൾ പറയുന്ന ഒരു ഫാമിലിയുടെ കോൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ, അമ്മ, മക്കള്, നല്ലൊരു വീട്, അടച്ചുറപ്പുള്ള വീട് എന്ന് പറയുന്ന ആ ഒരു സംഗതി കിട്ടിയത് പോലത്തെ ഒരു എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ കണ്ടപ്പോ തോന്നിയതാണ്. ആദ്യത്തെ വീട് കണ്ടിട്ടുണ്ടല്ലേ? അപ്പൊ എന്റെ മനസ്സിൽ ഞാൻ എപ്പോഴും വീടുകൾ കാണുമ്പോ എനിക്ക് എന്ന് പറ്റും, എനിക്ക് എന്ത് നടക്കും എന്നൊരു ഇതുണ്ട്. അപ്പൊ അവിടേക്ക് ഇങ്ങനെ വരുന്ന വഴിക്ക് 2 വീടും അഭിപ്രായ പണിതാണ്. അപ്പൊ അങ്ങനെ കാണുമ്പോ നമുക്ക് നടക്കുമോ? പക്ഷെ അത് തന്നെ നമുക്ക് നടന്നു. അത് മാത്രല്ല, നമ്മൾ വിചാരിക്കുന്നതിലും കൂടുതലായിട്ട് ഒരു കോൺട്രാക്ട് ഏൽപ്പിച്ചു കഴിഞ്ഞാൽ ചിലര് വെറുതെ ഒരു നമ്മ പറയുന്നതൊക്കെ ചെയ്തു തന്ന് ഇടുപോകും. ഇതങ്ങനെയല്ല, ഓരോന്നും നമ്മളോട് പറഞ്ഞത് ചെയ്യണം കേട്ടോ, അങ്ങനെ ചെയ്താലേ ഭംഗി ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പൊ നമ്മള് അത് ശരിയായിരിക്കും, അപ്പൊ അത് ചെയ്ത് അങ്ങനെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ ഇന്നലെ ഇവിടെ ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ആയിരുന്നു. കാണുന്നവരൊക്കെ സൂപ്പറായിട്ട് പറയുമ്പോൾ നല്ല സന്തോഷമില്ലേ? സെബീന ഇപ്പൊ സന്തോഷം കരയുന്നു. എങ്ങനെയുണ്ടായിരുന്നു പണി കാര്യങ്ങള്? നമ്മളൊരു പ്രതീക്ഷയുണ്ട്, പക്ഷെ അതിനും മുകളിലോട്ട് ശരിക്കും നിങ്ങൾ ഉദ്ദേശിച്ച സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നു. നമ്മളെ മനസ്സിലൊരു കൺസെപ്റ്റ് ഉണ്ട്, ഇന്ന പോലെ വരണോളൂ. ഇടയിൽ നമുക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു അതുപോലെ ആവും. പക്ഷെ ഒരു 3/4 ഭാഗം കഴിഞ്ഞപ്പോഴേക്കും തന്നെ സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഈ വീട് പണിത് കിടക്കുമ്പോ ഇത് വന്ന് കണ്ടപ്പോ എനിക്കും തോന്നിയത് ഇതെന്താണ് ചെയ്യാൻ പോണെന്നുള്ളത്. ഈ വീടിന്റെ പഴയ കോലം കാണുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പൊ പുതിയ ഷേപ്പില് വീട്ടിൽ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് അബീബ് എക്സ്പ്ലെയിൻ ചെയ്യും, ബാക്കി നമുക്കൊക്കെ കേൾക്കുകയും ചെയ്യാം. സിറ്റ് ഔട്ടിൽ നിങ്ങൾ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഗുഹയിലേക്ക് കയറുന്ന ഒരു ഫീലായിരുന്നു പഴയൊരു വീടിന്റെ ആ ഒരു. കാരണം വെച്ചാല് ഈ ഒരു ബീമാണ് ഈ 7 അടി ഹൈറ്റിലേക്ക് കൊണ്ടുവന്നിരുന്നത് അന്നേരം. അതെല്ലാം തട്ടിക്കളഞ്ഞ് നമ്മളൊരു 20 ബീം കൊടുത്ത് അവിടെ ഈ പാർട്ടീഷൻ ഇവിടെ ഈ പാർട്ടീഷൻ ചെയ്തേക്കണ ഭാഗം ഭിത്തി ഉണ്ടായിരുന്നു. ഇതൊരു ബെഡ്റൂം ആയിരുന്നു. ഈ ബെഡ്റൂം അവർക്ക് കളഞ്ഞിട്ട് ഇവിടെ ഒരു ഹോള് കുറച്ചുകൂടി വലുതാക്കണമെന്ന് പറഞ്ഞു. ശേഷം അതിന്റെ അകത്ത് കിച്ചൺ ആയിരുന്നു. ആ കിച്ചൺ അതെ, ഡൈനിങ് ഓപ്പൺ കിച്ചൺ വന്നു.
ഓപ്പൺ കിച്ചന്റെ സ്മെൽ ഇല്ലാതിരിക്കാനായിട്ട് എക്സ്ട്രാക്ടർ കറക്റ്റ് വേൾപൂളിന്റെ തന്നെ വെച്ചിട്ടുണ്ട് ഇവിടെ. ഒരുപാട് കടമ്പകളൊക്കെ കടന്നു. കാരണം മെറ്റീരിയലൊക്കെ പൈസ കൂടി, ലേബർ കൂടി, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ താണ്ടി ഇവിടം വരെയൊക്കെ എത്തിച്ച് അവരാ പറഞ്ഞ ആ ഒരു എമൗണ്ടിൽ തന്നെ എത്തി. എന്നെ സംബന്ധിച്ച് എനിക്ക് വലിയ ലാഭമല്ല ഞാൻ നോക്കണത്. എടുക്കുന്ന വർക്ക് അത് പെർഫെക്റ്റ് ആയിട്ട് അവരെ സാറ്റിസ്ഫൈഡ് ആവുന്ന രീതിയിൽ ആ ഒരു സംഭവം കൊണ്ടുവരാന്നുള്ളതാണ്. സാറ്റിസ്ഫൈഡ് ആയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല, കുറച്ച് ഓവർ സാറ്റിസ്ഫൈഡ് ആയിട്ട്. തീർച്ചയായിട്ടും. മക്കളുണ്ട് ഇവിടെ രണ്ടുപേര്. മോന്റെ പേരെന്താ? ഹസി. എന്നെ കണ്ടിട്ട് ടെൻഷൻ ഉണ്ട് പറഞ്ഞാൽ മകള്. മോളുടെ പേര് ഹനിയ. മോള് പഠിക്കുന്നു, +2 കഴിഞ്ഞു. ടൊയോട്ടയുടെ ഷോറൂമിൽ പഠിക്കുന്ന ആൾക്കാണ് എന്നെ കണ്ടിട്ട് ടെൻഷൻ. 10 പ്രാവശ്യം പറയാതെ പറയുന്നുണ്ട്. ഇത് കഴിഞ്ഞിട്ട് ഇവിടെയും കിച്ചൺ ഉണ്ടാവുമല്ലോ അല്ലേ? കിച്ചണില്ല, അവിടെ വർക്ക് ഏരിയ അല്ലേ? ഇവിടെ സെറ്റ് ചെയ്യാന്ന് മൊത്തം ടൈൽ ഇട്ടിട്ടുണ്ട് ചുറ്റും. ബെഡ്റൂംസ്. ഇതൊക്കെ UPVC അല്ലേ? UPVC അല്ല, ലിയോണിയുടെ ഒരു മെറ്റീരിയൽ ആണ്. UPVC ഇതിനേലും കോസ്റ്റ്ലിയാണ്. ശരിക്കും വുഡിന്റെ ഫിനിഷ് തന്നെ വന്നിട്ടുണ്ട് അല്ലേ? എന്ന് വെച്ചാൽ നമ്മളുടെ കയ്യിൽ കുറഞ്ഞ പൈസയാണുള്ളിൽ ആ ബഡ്ജറ്റിൽ നമുക്ക് മോഡേൺ ആയ രീതിയിൽ വീടുകൾ ഉണ്ടാക്കും. തീർച്ചയായിട്ടും അല്ലേ? തീർച്ചയായിട്ടും. ഒരു കിച്ചൺ ആവുമ്പോൾ വെള്ളത്തിന്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു കൺസെപ്റ്റ് എന്ന് വെച്ചാൽ ഇവര് മൾട്ടിവുഡ് ആണ് ഉദ്ദേശിച്ചത്. അപ്പൊ മൾട്ടിവുഡ് എന്ന് പറയുമ്പോൾ കുറച്ച് എമൗണ്ട് കൂടും. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞു വെച്ചാല് മൾട്ടിവുഡിന് പകരം നമുക്ക് ലിയോണിയ എന്ന് പറഞ്ഞ കമ്പനിയുടെ PVC ലാമിനേഷൻ ഷീറ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സംഭവം ചെയ്ത് കഴിഞ്ഞാല് 20 വർഷം വാറന്റി അവർ പറയുന്നുണ്ട്. ചെതല് മറ്റുള്ള ഈർപ്പത്തിന്റെ പ്രശ്നങ്ങളെല്ലാം നമുക്ക് ഒഴിവായി കിട്ടും. എന്തുണ്ടെങ്കിലും അവര് അത് ഹാൻഡിൽ ചെയ്തു. അതെ അതെ. ഓക്കെ. എനിക്ക് ഈ ഫീച്ചറൊക്കെ ഭയങ്കര ഇഷ്ടമായിട്ടോ. ഈ ഭാഗമൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തതൊക്കെ ആ ഒരു പാർട്ടീഷൻ കാര്യങ്ങളൊക്കെ നല്ല ഭംഗിയുണ്ട്. പിന്നെ ഇവിടെ ഒരു ബെഡ്റൂം ഉണ്ട്, ചെറിയ ബെഡ്റൂം, നീറ്റ് ആൻഡ് ക്ലീൻ ബെഡ്റൂം. അതിന് അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരു ടോയ്ലറ്റ്, ചെറിയൊരു ടോയ്ലറ്റ്. ഇവിടെയും സ്റ്റോറേജ് ഫെസിലിറ്റി കാര്യങ്ങൾ. ഇവിടെ ബേ വിൻഡോ കൊടുക്കാനുള്ള സൗകര്യം ഇല്ല അല്ലേ? ഇല്ല, അതിനുള്ള സ്പേസ് ഇല്ല. അതിനുള്ള സ്പേസ് ഇല്ല. ഇത് എത്ര സ്ക്വയർ ഫീറ്റ് ആണ് ടോട്ടൽ? ഇത് ഏകദേശം 1600 സ്ക്വയർ ഫീറ്റോളം. 1640 സ്ക്വയർ ഫീറ്റ് ഫസ്റ്റ് ഫ്ലോർ അടക്കം. ഓക്കെ. 2 ബെഡ്റൂമാണ് താഴെയുള്ളത്. ദെൻ ദർ ഈസ് എ വാഷ് ബേസിൻ ആൻഡ് ദെൻ ടോയ്ലറ്റ്. ഒരെണ്ണം അറ്റാച്ച്ഡ് ടോയ്ലറ്റ്, ഒരെണ്ണം കോമൺ ടോയ്ലറ്റ് അല്ലേ? ഇനി മുകളില് ഇതൊക്കെ എന്താണ്? വുഡാണോ? വുഡാണ്. നമ്മള് തേക്കിന്റെ ഒരു പാറ്റേൺ കൊണ്ടുവന്നു. ഓക്കെ. കംപ്ലീറ്റും അത് നോക്കിയാൽ അറിയാൻ പറ്റും. നമ്മുടെ ജനല കംപ്ലീറ്റും. ഈ ഒരു സംഗതി ഇരിക്കാനൊക്കെ പറ്റിയ സ്ഥലം അല്ലേ? ഇത് പുറമേക്ക് ടെറസിലോട്ടുള്ള ആക്സസ്. ദെൻ ഇവിടെ ഇത് കുറച്ചും കൂടി സ്പേഷ്യസ് ആയിട്ടുള്ള ബെഡ്റൂം അല്ലേ? നല്ല. ഇവിടെ ഇപ്പൊ എന്തായാലും ഭാവിയിൽ ഒരു വാർഡ്രോബ് വരുമല്ലോ. ഇതിപ്പോ ഇതിന്റെ അഡീഷൻ. ഇത് ഹസീഖിന്റെ റൂമാണോ? മനസ്സിലായി. ഇനിയിപ്പോ ഇവിടെ ആർക്കും പ്രവേശനം. നിങ്ങൾ ഇവിടെ താമസാക്കിട്ട് എത്ര നാളായി? 28 വർഷമായി. അപ്പൊ ഈ വീടിന് നമ്മളിപ്പോ റെനോവേറ്റ് ചെയ്ത വീടിന് എത്ര നാൾ പഴക്കമുണ്ട്? 14 വർഷം പഴക്കമുള്ള വീടാണ് നമ്മളിങ്ങനെ ഫ്രഷ് ആൻഡ് ന്യൂ ആൻഡ് പോളിഷ്ഡ് ആക്കി എടുത്തത്. പേരെന്താ? ഇപ്പൊ ഇതിനു വേണ്ടി വന്നതാണ്. വീട് കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഭയങ്കര ഇഷ്ടമായി, ഭയങ്കര സന്തോഷം. എന്റെ ഫ്രണ്ട് കഷ്ടപ്പെട്ടതിന് അവള് ആഗ്രഹിച്ചമാരൊരു വീടിന്റെ മൊത്തത്തില് നല്ല അടിപൊളിയാണ്. ഈ ഫ്രണ്ട് എന്ന് പറയുമ്പോ നിങ്ങൾ എങ്ങനെയാ പരിചയം? 96-97 ട്രെയിനിങ്ങിന് വന്നതാണ്. നേഴ്സിംഗ് കഴിഞ്ഞാണ്. അപ്പോ ഞാൻ റിസപ്ഷനിസ്റ്റ് ആയിട്ട് അവിടെ ഉണ്ട്. മോഡേണില്. ഞാനിപ്പോഴും അവിടെ ഉണ്ട്. ആള് പോയി 6 മാസത്തെ ട്രെയിനിങ് കഴിഞ്ഞ് പോയി. പക്ഷെ ആ ഫ്രണ്ട്ഷിപ്പ് പോയില്ല. ഫ്രണ്ട്ഷിപ്പുകൾക്ക് വിലയില്ലാത്ത കാലത്ത് തെളിയിച്ചു കൊടുക്കുകയാണ്. ഇപ്പൊ അബീഖാക്ക് എത്ര സൈറ്റ് ഉണ്ട് ടോട്ടല്? കോരിക്കുഴി, പത്തായക്കാട്, അസ്മാബി കോളേജ്, അബ്ദുള്ള റോഡ്, എറിയാട് ബ്ലോക്കിന്റെ വടക്കുവശം, ചാപ്പാറ. ഈ സൈറ്റ് ഇപ്പൊ ഇന്നലെ ഹാൻഡ് ഓവർ ആയി. തൊട്ടടുത്ത് അപ്പുറം ഷംല ഗഫൂറിന്റെ ഒരു വർക്ക് നടക്കുന്നത്. കൂടെ തൊട്ടപ്പുറം. അപ്പൊ ഈ ഏരിയ മൊത്തം നിങ്ങളുടെ, ഞാൻ പറയണത് ഹബീബ് നഗർ എന്നെങ്ങാനും പേരിട്ടാ അപ്പുറത്ത്? ഇല്ല, ഹബീബ് നഗർ അമൃത് നഗറാണ് അന്ന് പറഞ്ഞത്. നഗറാക്കേണ്ടി വരും. എന്റെ വീടിനടുത്ത്, എന്റെ വീടിന്റെ തൊട്ടടുത്തുള്ള ഇക്ക നമ്മുടെ വീഡിയോ കണ്ടിട്ട് പുള്ളിനെ കൊണ്ട് റെനോവേഷൻ ചെയ്യിപ്പിച്ചിരുന്നു. അതിപ്പോ വർക്ക് ഓൺ ഗോയിങ് ആണ്. അതിന്റെ പഴയ കോലവും ഇപ്പോഴുള്ള കോലവും ഈ വീഡിയോയിൽ കാണിക്കാം. അത് കഴിഞ്ഞിട്ടുള്ള കോലം പിന്നെ കാണിക്കാം കേട്ടോ. ഈ വീട് ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ടാണ് അബീബ് ഖാനെ ഏൽപ്പിക്കുന്നത് അല്ലേ? നമ്മളുടെ പേജിൽ വന്ന വീഡിയോ കണ്ടിട്ടാണ് അബീബ് ഖാനെ ഏൽപ്പിക്കുന്നത്. റെനോവേഷൻ ആയിട്ട് അമൃത് ന്യൂ ഹോം കൺസ്ട്രക്ഷൻ ബോർഡ് ഒക്കെ വെച്ചിട്ടുണ്ട് അബീബ്. ഇത് ഷാഹുൽ ഹമീദ് കെ ആണ്. എന്റെ വീട് ഇവിടെ നിന്ന് 4 വീടപ്പുറമാണ് എന്റെ വീടുള്ളത് കേട്ടോ. എങ്ങനെ പണിയൊക്കെ ഏൽപ്പിച്ചിട്ട്? പണി കുഴപ്പമില്ല, നല്ല ഇതാണ്. നിങ്ങൾ എന്നാണ് ഇവിടെ താമസിക്കാൻ പ്ലാൻ ചെയ്യുന്നത്? എത്രയും പെട്ടെന്ന്. നമുക്ക് പണിയും തോരായിന്ന് കാണാം. ഓക്കെ. ഇതിപ്പോ സിറ്റ് ഔട്ട് കഴിഞ്ഞാല് നേരെ വന്നാല് പിന്നെ ഇവിടെ വലിയ ഹാള് അല്ലേ?
ഒരു ഹാളുണ്ടായത് ചെറുതായിരുന്നു. അത് ഞാൻ മുമ്പ് വന്ന് കണ്ടിട്ടുണ്ട് ഇത്. ആ പണി നടക്കുന്ന ഏകദേശം സമയത്ത് ഇതിലെ ഇവിടെ നിന്നായിരുന്നു ഭിത്തിരി ഇവിടെ നിന്ന് ഇങ്ങോട്ടായിരുന്നു. അതിപ്പോ ഇങ്ങനെയായി, ഹാൾ ഇങ്ങനെയായി. ഇവിടെ വരെ ഉണ്ടായിരുന്നുള്ളൂ, ഇത് വരെ ഉണ്ടായിരുന്നുള്ളൂ. ഇത് ഞങ്ങളുടെ കിച്ചണാണ്. ഇത് കിച്ചൺ ആക്കി, ഇപ്പൊ പുതിയ കിച്ചൺ അതാക്കി. ഓപ്പൺ കിച്ചൺ ആണോ? ഓപ്പൺ കിച്ചൺ ആണ്. ദെൻ ഇവിടെ ഒരു ബെഡ്റൂം. അത് പഴയ ബെഡ്റൂമുകൾ തന്നെ. അത് പഴയ ബെഡ്റൂം തന്നെ, ഇതിനൊന്നും മാറ്റം വരുത്തിയിട്ടില്ല. ഇവിടെ ഒരു ബെഡ്റൂം 2 മോളില് 2 വേറെ ഉണ്ട്. ഇതും പഴയ ബെഡ്റൂം ഇത് പഴയ ബെഡ്റൂം. മുകളിൽ പണിതിട്ടുണ്ട്. മുകളില് 2 ബെഡ്റൂമില് ഒരു ബെഡ്റൂമിന് ഒരു ആൾട്രേഷൻ നടത്തുന്നുണ്ട്. ഓക്കെ, അത് നോക്കാം നമുക്ക്. ഇതാണ് ഓൾട്ടറേഷൻ ചെയ്ത ബെഡ്റൂം. അതെ. ഇങ്ങോട്ടൊരു ബാൽക്കണി വരും. അവിടെ ഒരു ഗ്ലാസിന്റെ സ്ലൈഡിങ് ഇത് വരും. സ്ലൈഡിങ് ഇത് വരും. അവിടുന്ന് വേണമെങ്കിൽ ഇങ്ങോട്ട് ഇറങ്ങുകയും ചെയ്യാം. ഇവിടെ ഒരു നല്ല ബാൽക്കണി ഉണ്ട്. ബാൽക്കണി വരും. നല്ല സൗകര്യമുള്ള റൂമായി. അപ്പൊ ഇത് ഇവിടെ വർക്ക് ഏരിയ ആയിരുന്നു അടിയില്. അത് എക്സ്റ്റെൻഡ് ചെയ്തു. ഷീറ്റായിരുന്നു. എക്സ്റ്റെൻഡ് ചെയ്ത് ഇവിടെ കോൺക്രീറ്റ് ചെയ്തു അല്ലേ? അത് പുതിയ ഇതാണ് നിർമ്മാണമാണ്. ഓക്കെ ഓക്കെ. ഇവിടുത്തെ അടുത്ത് എവിടെയാണ്? തൊട്ടടുത്ത് നടക്കാലോ അല്ലേ? നടന്നു പോകാനുള്ളൂ. ഞങ്ങൾ നടന്ന് പോയിട്ട് വരാം. ഇവിടെ ബോർഡ് വന്നിട്ടുണ്ട്. ഇത് പുതിയ വീടാണ് അല്ലേ? പുതിയ വീടാണ്. ഇത് എത്ര സ്ക്വയർ ഫീറ്റാ? 2600. ഓണേഴ്സ് ഉണ്ട് ഇവിടെ? ഇവിടെ ഉണ്ട്. എന്ന് വെച്ചാൽ ഈ അനാവശ്യ കാര്യങ്ങൾക്കായിട്ട് അധികം പൈസ ചെലവാക്കില്ല. അനാവശ്യ ഡിസൈൻ അങ്ങനെ ഇല്ലില്ല. കണ്ടു കഴിഞ്ഞാൽ വീടിനൊരു ഭംഗി ഉണ്ടാവണം. ഒട്ടും സ്ഥലം വേസ്റ്റ് ചെയ്യാതെ നമുക്ക് എങ്ങനെ അത് കൊണ്ടുവരാൻ പറ്റും, ആ ഒരു പ്ലാനിങ്ങിലാണ് നമ്മൾ വീട് ചെയ്യുന്നത്. എന്നുവെച്ചാൽ 2 തരത്തിൽ അഭിമുഖ വീട് പണിയും. ഒന്ന്, നിങ്ങളുടെ ബഡ്ജറ്റ് ഭയങ്കരമായ ബഡ്ജറ്റ് ഒന്നുമില്ല, നിങ്ങൾക്കുള്ള സ്ഥലം വളരെ എഫക്റ്റീവായിട്ട് വളരെ എക്കണോമിക്കലായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നുണ്ട്, അങ്ങനെയും ചെയ്യും. അതല്ല, നിങ്ങളിൽ ധാരാളം പൈസയുണ്ട്, നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യണം, ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യണം. പക്ഷെ അപ്പോഴും പൈസയിൽ ഒരു പിടുത്തം വേണം. അനാവശ്യമായി പൈസ വേസ്റ്റ് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ അഭിമുഖം ചെയ്യും. നമുക്ക് ഈ വീടിൻ്റെ ഉള്ളൊന്ന് കണ്ടിട്ട് വരാം. ഇത് നല്ല സ്പേഷ്യസ് വീടാണല്ലോ അല്ലേ? വെള്ളമാണ് കേട്ടോ, വെള്ളം കയറി കിടക്കുകയാണ്. എന്ന് വെച്ചാൽ ലിവിങ് തന്നെ നല്ല നല്ല വലിയ ലിവിങ് ആണ്. അതുപോലെ അത് കിച്ചൺ ആയിരിക്കും. അത് കിച്ചണാണ്. ദെൻ അവിടെ ഒരു ബെഡ്റൂം. ഇവിടെ ഒരു അടിയിൽ 2 ബെഡ്റൂം, മുകളിൽ 2 ബെഡ്റൂം, 4 ബെഡ്റൂം. സ്റ്റെയർ 120. നല്ല വലിയ സ്റ്റെയർ. വലിയ സ്റ്റെയർ ആണ്. ഇത് ഇങ്ങനെ ക്ലയന്റ് പറഞ്ഞിട്ട് ചെയ്തതാണോ? അല്ലല്ല, ഇതിപ്പോ നമ്മളുടെ ഒരു ഇഷ്ടത്തിന് ചെയ്യുന്നതാണ്. കാരണം നമ്മളുടെ ഒരു ഇഷ്ടത്തിന് നമുക്ക് നമ്മളെ വർക്ക് ഏൽപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടേതായ ഒരു കൺസെപ്റ്റില് നമുക്ക് സാധനം കൊണ്ടുവരാൻ പറ്റും. പുള്ളിയാണോ? അദ്ദേഹം. ഹലോ, ബാ. മുതലാളി അവിടെ. അപ്പൊ ഇതിന്റെ ലേ ഔട്ട് എങ്ങനെയാ വരാ ഉപയോഗിക്കുക എന്ന് പറഞ്ഞ്? സ്റ്റെയർ കേസ് കയറി വരണേ, നിക്കണത് അപ്പർ ലിവിങ്. ഓക്കെ, ഇത് ബെഡ്റൂം, അറ്റാച്ച്ഡ് ബാത്റൂം. ഇവിടെ ഒരു അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. ഈ കാണുന്നു ഇങ്ങനെ വരുന്നു. ഓക്കെ, ഇങ്ങനെ വരുന്നു. ഓക്കെ, ഈ ലിവിങ് ഇങ്ങനെ തിരിഞ്ഞ് ഇവിടെ ഒരു ബെഡ്റൂം, വലിയ ബെഡ്റൂം. ഇതിൽ കൂടെ പാസേജ് വരുന്നത്. അതായത് അടിയിലത്തെ പ്ലാൻ എങ്ങനെയാണോ അത് തന്നെ ആ മുകളിലും വരുന്നുണ്ട്. ഇത് ഓപ്പൺ ടെറസ് ആണ്. അപ്പൊ നേരെ ഓപ്പോസിറ്റ് കോർണറിൽ പ്രൈവസിനെ ബാധിക്കാത്ത രീതിയിൽ 2 ബെഡ്റൂം, ഇവിടെ ഒന്ന് ബാൽക്കണി, ഒന്ന് ഓപ്പൺ ടെറസ്. അങ്ങനെയാണ് ചെയ്യുന്നത് അല്ലേ? ഇദ്ദേഹമാണ് ഇതിന്റെ ഓണർ. പേരെന്താ? ഗഫൂർ. ഇതിപ്പോ എത്ര നാളായി തുടങ്ങിയിട്ട്? 3 മാസം കഴിഞ്ഞു. 3 മാസം കൊണ്ട് ഇത്രയായോ? എത്ര പണിക്കാരുണ്ട് ഇപ്പൊ? കംപ്ലീറ്റ് മലയാളീസ് ആണ്. നമ്മുടെ ആസാമികളൊന്നുമില്ല. ഇല്ല. ഓക്കെ, നമ്മൾ മലയാളീസിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിച്ച് അവരെ, എനിക്ക് ആ വർക്ക് അങ്ങനെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. സ്ഥിരം പണിക്കാരുണ്ട് അല്ലേ? ഞാനിപ്പോ 3 വർഷമായില്ലേ? 4 വർഷമായി നമ്മൾ. അപ്പൊ അന്ന് കണ്ട പണിക്കാരൊക്കെ ഇപ്പോഴും ഉണ്ട്. ഇപ്പൊ എന്നെ കാണുമ്പോ അവർക്ക് ഒരു ചിരിയാണ് വരാം. അതേ വന്നിട്ട്. ഇതിപ്പോ എത്ര ദിവസം കൊണ്ട് കംപ്ലീഷൻ? 6 മാസമാണ് പറഞ്ഞത്. 6 മാസം കൊണ്ട് അല്ലേ? വീടപ്പൊ ശരിക്കും വീട് എവിടെയാ? ഇവിടെ തന്നെയായിരുന്നു. തറവാട് പൊളിച്ചിട്ട് നാട്ടിൽ തന്നെയാണോ അതോ പുറത്തെവിടെ? സൗദിയിൽ. വർക്കൊക്കെ കറക്റ്റ് ആണോ എന്ന് ഞാൻ ചോദിക്കേണ്ട ആവശ്യമില്ല, ഒരു ഭംഗിക്ക് വേണ്ടി ചോദിക്കുന്നത്. വർക്കൊക്കെ കറക്റ്റാണ്. കുഴപ്പമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ ഇതുവരെ ഞങ്ങൾക്ക് വിശ്വാസമാണോ? എല്ലാം നല്ല പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മുമ്പ് പരിചയമുണ്ടോ പുള്ളിനെ? ഇല്ല, നമ്മളവിടെ ദിവാകരനോട് വന്ന് കണ്ടപ്പോ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് വിളിച്ചാണ്. അവർക്ക് വന്നു, പിന്നെ അവരൊക്കെ ഇത് കണ്ടപ്പോ ഞങ്ങൾക്ക് നല്ല ഇഷ്ടമായി. അപ്പൊ നിങ്ങൾക്ക് പ്രോജക്ട്സുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വീഡിയോ കാര്യങ്ങളൊക്കെ ഒരു സാമ്പിൾ ആയിട്ട് നിങ്ങൾ കണ്ടല്ലോ. നിങ്ങളുടെ എന്താണോ നിങ്ങളുടെ റിക്വയർമെന്റ്സ്, നിങ്ങളുടെ ബഡ്ജറ്റ് എന്താണ്, നിങ്ങളുടെ ആവശ്യങ്ങൾ എന്താണ്, ഇതെല്ലാം അഭിമുഖമായിട്ട് നേരിട്ട് സംസാരിച്ച് കോൺട്രാക്ട് കാര്യങ്ങളൊക്കെ വെച്ച് കൃത്യമായിട്ട് അതിലെ സ്പെസിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം വെച്ച് കൃത്യമായിട്ട് നിങ്ങൾക്ക് വീട് മാത്രമല്ല മിക്സ് ഡെവലപ്മെന്റ്സ് ആയാലും കൊമേഴ്ഷ്യൽ ഡെവലപ്മെന്റ്സ് ആയാലും ഏതായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ നമ്പർ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ വിളിച്ചിട്ട് ഡയറക്റ്റ് നിങ്ങൾ സംസാരിക്കുക. ഇനിയും അടുത്ത വീടുകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വേറൊരു വീഡിയോയിൽ വരും. നമ്മളൊരു 6 സൈറ്റിൽ നിങ്ങളെ കൊണ്ടുപോകുന്നുണ്ട്. 6 ഡിഫറെന്റ് രീതിയിലുള്ള വീടുകൾ പണിതുകൊണ്ടിരിക്കുന്ന, അതിന്റെ
ഘട്ടങ്ങൾ ഇപ്പൊ ഇത്രയും നാളൊക്കെ ചെയ്ത വീഡിയോസിൽ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വീടാണ് കുരിക്കുഴിയില്. ഇൻഷാല്ലാ നമുക്ക് ഈ വീഡിയോ കഴിഞ്ഞിട്ട് നമുക്ക് അടുത്ത വീഡിയോ എടുക്കാം. അതും കാണിച്ചു തരാം. നിങ്ങൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കണ്ട, നിങ്ങൾ എത്രയും പെട്ടെന്ന് വിളിക്കുക. ഓക്കെ.